أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ 23ാമത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ലാമിൻ്റെ മറ്റൊരു രൂപമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 3 തരത്തിലുള്ള ലാമിനെ പറ്റി നമ്മൾ വിശദീകരിച്ചു. ഇന്ന് മറ്റൊരു ലാമുൻ നഫിയ. ഇവിടെ 2 തരം ലാമ് ഒന്ന് തന്നെയാണ്, പക്ഷെ 2 രൂപത്തിൽ അത് വരും. ഒന്ന് ലാമുൻ നഫിയ, മറ്റൊന്ന് ലാമുൻ നഹിയ. ഇന്നത്തെ നമ്മൾ വിശദീകരിക്കുന്നത് ലാമുൻ നഫിയയാണ്. അത് നിഷേധിക്കുക വേണ്ടി ഉപയോഗിക്കുന്ന ലാമ്. ഇപ്പോൾ കുട്ടികൾ പറയാം, ഞാൻ ഇന്ന് സ്കൂളിൽ പോകില്ല, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിഷേധിക്കലാണ്. അത്തരം ലാമുകളെയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഈ ലാമിൻ്റെ കൂടെ ഒരു അലിഫും ഉണ്ടാവും. അത് ഒരു ഫീലിൻ്റെ മുന്നിൽ വരുമ്പോൾ ആ ഫീലിന് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. ലാമുൻ നഫിയ ഒരു ഫീലിൻ്റെ മുന്നിൽ വരുമ്പോൾ ഫീലിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. ഇപ്പോൾ യഫലു യഫലാനി യഫലൂന, തഫലു തഫലാനി യഫൽന, തഫലു തഫലാനി തഫലൂന, തഫലീന തഫലാനി തഫൽന, അഫലു നഫലു. 14 രൂപം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 14 രൂപത്തിന് മുന്നിലും ഈ ലാമുൻ നഫിയ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫീലിൽ ഒരു മാറ്റം പ്രകടമാവുകയില്ല. അർത്ഥത്തിൽ മാത്രമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരിക. അതായത് എഫലു എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കുന്നു, ലാ എഫലു അവൻ പ്രവർത്തിക്കുന്നില്ല, എഫലാനി അവർ 2 പേർ പ്രവർത്തിക്കുന്നു, ലാ എഫലാനി അവർ 2 പേർ പ്രവർത്തിക്കുന്നില്ല, എഫലൂന അവർ പ്രവർത്തിക്കുന്നു, ലാ എഫലൂന അവർ പ്രവർത്തിക്കുന്നില്ല, ലാ തഫലു അവർ പ്രവർത്തിക്കുന്നില്ല, ലാ തഫലാനി അവർ 2 പേർ പ്രവർത്തിക്കുന്നില്ല, ലാ എഫൽന അവർ സ്ത്രീകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള അതുമാതിരി മുഖാത്തിബായിട്ടും മുത്തക്കല്ലിനായിട്ടും വരുമ്പോഴൊക്കെ ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാമുൻ നഫിയ വരുന്നത്. ആ ലാമിന് ഒരു പ്രത്യേകത, ഒരു അലിഫ് കൂടെ ഉണ്ടാവും. ഇതാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഇത് ഖുർആനിൽ വരുമ്പോൾ എവിടെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ഒരു രൂപം നമ്മൾ മനസ്സിലാക്കാം. സൂറത്തുൽ നംലിലെ 27ാമത്തെ അധ്യായമായ സൂറത്തുൽ നംലിലെ 80ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നക ലാ തുസ്മിഉൽ മൗതാ വലാ തുസ്മിഉസ് സുമ്മ ദുആ ഇദാ തവല്ലൗ മുദ്ബിരീൻ. ഇന്നക എന്ന് പറയുമ്പോൾ പറയുന്നത് ആരാണ്? മുത്തക്കല്ലിം അല്ലാഹു ആണ്. മുഖാത്തിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇന്നക നിശ്ചയമായും നീ, ലാ തുസ്മിയോ എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുക, തുസ്മി എന്ന് പറഞ്ഞാൽ നീ കേൾപ്പിക്കുന്നു. അപ്പോൾ അവിടെ നഫിയാൻ്റെ ലാ വന്ന് ലാ തുസ്മിയോ നീ കേൾപ്പിക്കുകയില്ല, അല്ല നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല, നീ കേൾപ്പിക്കുകയില്ല. അൽ മൗത്ത മരണപ്പെട്ടവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല. പറയുന്നത് അള്ളാഹു ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. മുഖാത്തിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്നക ലാ തുസ്മിഉൽ മൗത, നിശ്ചയമായും നബിയെ താങ്കൾക്ക് മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ കഴിയുകയില്ല. എന്നിട്ട് മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു കൊടുക്കാണ്. വലാ തുസ്മിഉ നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയുമില്ല. സുമ്മ ദുആ ഒരു ബദിരനെ, അത് ചെവി കേൾക്കാത്ത ഒരാളെ വിളിച്ചാലും നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല. ഇതാ വല്ലോ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, മുദ്ബിരീൻ പിന്തിരിഞ്ഞിട്ട് അവൻ പോവുകയാണെങ്കിൽ അവനെയും വിളിച്ചാൽ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. എത്രത്തോളം ഒരു ബദിരനെ, ചെവിത് കേൾക്കാത്ത ഒരാൾ അങ്ങനെ പോവാണ്, അയാളെ ബാക്കിൽ നിന്ന് വിളിച്ചാൽ അയാളെ കേൾപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെയാണ് മരണപ്പെട്ടവരെയും താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്ന ഒരു ആയത്ത് ഖണ്ഡിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
ഇന്നക ലാ തുസ്മിൽ മൗത്ത വലാ തുസ്മിൽ സുമ്മ ദുആ ഇദാ വല്ലോ മുദ്ബിരീൻ. ഒരു ബദിരൻ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവനെ നിനക്ക് വിളിച്ചാൽ കേൾപ്പിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് മരണപ്പെട്ടവരെയും താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുക്കുകയാണ്. ഇത് നമ്മൾക്ക് മാതൃകയാണ്. ഇതില് ഈ തുസ്മിയു എന്നുള്ള വന്നതിൽ മുഖാത്തിബിന്റെ രൂപമാണ്. ആ രൂപത്തിൽ ഈ നഫിയയുടെ ലാമ് പ്രവേശിച്ചപ്പോൾ അതിന് ഒരു രൂപ വ്യത്യാസം വന്നിട്ടില്ല. തുസ്മിയു, നീ കേൾപ്പിക്കുന്നു എന്നുള്ള പദത്തിന് മുന്നേ ആണ് നഫിയാന്റെ ലാമ് വന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്തായി? താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ താങ്കൾ കേൾപ്പിക്കുകയില്ല. അൽ മൗത്ത, മരണപ്പെട്ടവരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല, കേൾപ്പിക്കുകയില്ല. എപ്രകാരമാണോ? ഒരു ഉദാഹരണം പറയാണ്. ഒരു ബദിരൻ പിന്തിരിഞ്ഞു പോവുകയാണ്. അതിൻ്റെ ബാക്കിൽ നിന്ന് അയാളെ വിളിച്ചാൽ അയാൾക്ക് കേൾക്കുകയില്ല, കേൾപ്പിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ മരണപ്പെട്ടവരെയും താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല. ഇതിൻ്റെ മുന്നേ, ആ ഫീലിൻ്റെ മുന്നേ ഒരു ലാമുൻ നഫിയ വന്നപ്പോൾ അത് നേരെ അതിൻ്റെ വിപരീത അർത്ഥം കിട്ടി. പക്ഷെ ആ ഫീലിന് ഒരു പരിക്കും പറ്റിയിട്ടില്ല. ആ ഫീലിന് ഒരു പരിക്കും, 14 രൂപത്തിനും ഒരു പരിക്കും പറ്റാതെ തന്നെ നേരെ ഓപ്പോസിറ്റ് അർത്ഥം കിട്ടുന്നതിനാണ് ലാമുൻ നഫിയ എന്ന് പറയുന്നത്. ലാ യഫ്അലു, ലാ യഫ്അലാനി, ലാ യഫ്അലൂന, ലാ തഫ്അലു, ലാ തഫ്അലാനി, ലാ യഫ്അൽന. ഇങ്ങനെ ഈ 6 രൂപത്തിനും അതുമാതിരി മറ്റുള്ള മൊത്തത്തിൽ 14 രൂപത്തിനും ഒരു പരിക്കും പറ്റാതെയാണ് ഈ വചനം ഓപ്പോസിറ്റ് അർത്ഥമായിട്ട് അതിന് കിട്ടുന്നത്. ഇനി സൂറത്തുൽ നംലിൽ തന്നെ 71-ാമത്തെ ആയത്ത്, വഇന്ന റബ്ബക ലദു ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറഹും ലാ യഷ്കുറൂൻ. വഇന്ന റബ്ബക, റബ്ബക്ക നിന്റെ റബ്ബ്, വഇന്ന നിശ്ചയമായും നിന്റെ റബ്ബ്, ലദു ഫദ്ലിൻ, അവിടെ ലാ വന്ന്, ലാ എന്തിൻ്റെ ലാമാണ്? തഅക്കീദിന്റെ ലാമാണ്. ലദു ഫദ്ലിൻ, നിന്റെ റബ്ബ് അനുഗ്രഹമുള്ളവൻ അത്രേ. ദൂ തല ഉള്ളവൻ, ദൂ ഫദ്ലിൻ അനുഗ്രഹമുള്ളവനാണ്, അനുഗ്രഹമുള്ളവൻ തന്നെയാണ്. അലന്നാസി ജനങ്ങളോട്, ജനങ്ങളോട് അത്യധികം കരുണയുള്ളവനാണ്, അനുഗ്രഹമുള്ളവനാണ്. ജനങ്ങളുടെ നിശ്ചയമായ നിന്റെ റബ്ബ് മനുഷ്യരുടെ മേൽ അനുഗ്രഹമുള്ളവൻ അത്രേ. വലാക്കിൻ, വലാക്കിൻ തന്നെ പക്ഷേ, വലാക്കിൻ പക്ഷേ, അക്സറുഹും, അക്സർ എന്ന് ധാരാളം, അവരിൽ ധാരാളം ആളുകളും ലാ യഷ്കുറൂൻ, യഷ്കുറൂന എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുന്നതാണ്. യഷ്കുറു, യഷ്കുറാനി, യഷ്കുറൂന. യഷ്കുറു അവർ നന്ദി കാണിക്കുന്നു, യഷ്കുറാനി അവർ രണ്ടുപേർ നന്ദി കാണിക്കുന്നു, യഷ്കുറൂന അവർ നന്ദി കാണിക്കുന്നു. അതിൻ്റെ മുമ്പേ ലാ നഫിയ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായി? നന്ദി കാണിക്കുന്നില്ല, നന്ദി കാണിക്കുന്നവരല്ല. അധിക പേരും നന്ദി കാണിക്കുന്നവരല്ല. ആ സൂറത്തുൽ നംലിലെ 73-ാമത്തെ ആയത്താണത്. ഇന്ന റബ്ബക ലദു ഫദ്ലിൻ അലന്നാസി, ജനങ്ങളോട് അത്യധികം അനുഗ്രഹം ചെയ്യുന്നവനാണ് അത്ര. ജനങ്ങളുടെ മേൽ, മനുഷ്യരുടെ മേൽ അനുഗ്രഹമുള്ളവനത്ര അള്ളാഹു നിന്റെ റബ്ബ്. വലാക്കിൻ പക്ഷേ, അക്സറഹും അധികം ആളുകളും ലാ യഷ്കുറൂൻ നന്ദി കാണിക്കുന്നില്ല എന്ന് അള്ളാഹു പറയുകയാണ്. അതുപോലെ തന്നെ സൂറത്തു യാസീനിലെ 35-ാമത്തെ ആയത്ത്, ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലതുഹു ഐദീഹിം അഫലാ യഷ്കുറൂൻ. ലിയഅ്കുലൂ അതിൻ്റെ ഫലങ്ങളിൽ നിന്ന്, മിൻ സമരിഹി ലിയഅ്കുലൂ അവർ തിന്നാൻ വേണ്ടി, അവർക്ക് തിന്നാൻ വേണ്ടി, മിൻ സമരിഹി ഫലങ്ങളിൽ നിന്ന്, കായ്കനികളിൽ നിന്ന്, വമ അമിലത്തുഹു ഐദീഹിം അവരെ കരങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും, അവരുടെ കരങ്ങൾ, കൃഷിക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്, അവരെ കരങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും
അതിൻ്റെ ഫലങ്ങളിൽ നിന്ന് തങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും അവർക്ക് തിന്നുവാൻ വേണ്ടി സൂറത്തു യാസീനിൽ ലിയക്കുലൂ മിൻ സമരിഹി വമാ അമലതുഹു ഐദീഹിം അഫലാ യശ്കുറൂൻ, അതിൻ്റെ ഫലങ്ങളിൽ നിന്നും തങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും അവർക്ക് തിന്നുവാൻ വേണ്ടി. അഫലാ യശ്കുറൂൻ, ലിയക്കുലു എന്ന് പറഞ്ഞാൽ അക്കല യക്കുലു, ലിയക്കുലു അവർക്ക് തിന്നാൻ വേണ്ടി, മിൻ സമരിഹി ഫലവർഗങ്ങളിൽ നിന്ന്, ഫലങ്ങളിൽ നിന്ന്, വമാ അമലതുഹു ഐദീഹിം അവരുടെ കൈകൾ പ്രവർത്തിച്ച് ഉണ്ടാക്കിയതിൽ നിന്നും. കാരണം കൃഷിക്കാരെ പറ്റിയാണ് അവിടെ പറയുന്നത്. കൃഷിക്കാർ അവർ കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങളിൽ നിന്നും അവർ തിന്നുന്നുണ്ട്. അതൊന്നും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വിളവിച്ച് തരുന്നത് ആരാണ്? ഫലങ്ങൾ ഉണ്ടാക്കി തരുന്നതും ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവാണ്. അള്ളാഹു അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട്, മനുഷ്യർക്ക് തിന്നാൻ വേണ്ടിയിട്ട് നൽകുന്നതാണ് ഇതെല്ലാം. അഫലാ യശ്കുറൂൻ, അവർക്കൊന്ന് നന്ദി കാണിച്ചുകൂടെ? ഇങ്ങനെയൊക്കെ അള്ളാഹു ചെയ്തു കൊടുത്തിട്ട് അവർക്ക് നന്ദി കാണിച്ചുകൂടെ? അഫലാ കൂടെ ചെയ്തുകൂടെ? യശ്കുറൂൻ, അഫലാ യശ്കുറൂൻ, അവർക്ക് നന്ദി കാണിച്ചുകൂടെ? ഇങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടും അവർക്ക് നന്ദി കാണിച്ചുകൂടെ എന്നുള്ള സൂറത്തുൽ യാസീനിലെ ലിയക്കുലൂ മിൻ സമരിഹി വമാ അമലതുഹു ഐദീഹിം അഫലാ യശ്കുറൂൻ, അവർക്ക് നന്ദി കാണിച്ചുകൂടെ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. സൂറത്ത് യാസീനിൽ തന്നെ 71-ാമത്തെ ആയത്തിൽ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ വീണ്ടും പറയുന്നു. അവിടെ കാലി സമ്പത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കാലി സമ്പത്തിൽ അതിൽ അവർക്ക് ഒരുപാട്, വലഹും ഫീഹ അവർക്കുണ്ട്, അതിൽ വലഹും അവർക്കുണ്ട്, ഫീഹ അതിൽ, ഏതിൽ ഈ കന്നുകാലികളെ വിവരിച്ചുകൊണ്ടാണ് അതിന് മുന്നിലുള്ള ആയത്തുകളൊക്കെ വന്നിട്ടുള്ളത്. അതിന് ശേഷം പറയുന്ന വലഹും ഫീഹ, അതിൽ അവർക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, ഉപകാരങ്ങളും ഉപയോഗങ്ങളും ആ കാലിസമ്പത്തിലുണ്ട്. ഉമഷാരിബു, കുടിക്കാനുള്ള പാനീയങ്ങളുമുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഇന്ന് പാല് കഴിക്കുന്നുണ്ട്. എങ്ങനെയാണ് പാലുണ്ടായി വരുന്നത്? നമ്മൾ കന്നുകാലികൾ വളർത്തിയിട്ടാണ്. വളർത്തിയിട്ട് തന്നെ അതിനെ പരിപാലിച്ച് അതിൽ നമ്മൾക്ക് അള്ളാഹു കുടിക്കാനുള്ള പാലും അതുപോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങളും കന്നുകാലികളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ആരാണ് ഇതൊക്കെ തരുന്നത്? അള്ളാഹുവാണ്. എന്നിട്ടും പറയുന്നത് അഫലാ യശ്കുറൂൻ, അവർക്ക് നന്ദി കാണിച്ചുകൂടെ? ഇങ്ങനെയൊക്കെ അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടും ഒരു നന്ദി കാണിക്കുക എന്നുള്ള പല സ്ഥലങ്ങളിലും അള്ളാഹു എടുത്ത് പറയുന്നു. നന്ദി കാണിക്കുന്നില്ല, വളരെ ചുരുക്കം മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ, തീരെ നന്ദി കാണിക്കുന്നില്ല, വളരെ തുച്ഛം മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നും അവർക്ക് നന്ദി കാണിച്ചുകൂടെ? ഇതൊക്കെ അള്ളാഹു ചെയ്തു തരുന്നതല്ലേ, നിങ്ങൾക്കൊന്ന് നന്ദി കാണിച്ചുകൂടെ? ഇത് നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുകയും അവർക്ക് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിച്ചുകൊണ്ടാണ് അധികം ആളുകളും ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തമായി നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹു ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിശ്ചയമായും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ആ നന്മ നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരുക തന്നെ ചെയ്യും. അല്ലേ? തർക്കത്തിന് നൂന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ആ ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഒട്ടും നിങ്ങൾ അതിൽ കുറവ് വരില്ല. നിങ്ങൾ അള്ളാഹു തന്ന കഴിവിന് നന്ദി കാണിക്കണം. കാലത്ത് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നന്ദി പറയണം. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞിട്ട് വേണം കിടക്കൽ നിന്ന് എണീക്കാൻ. അൽഹംദുലില്ലാഹ്, മരണതുല്യമായ ഈ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ജീവൻ നൽകിയ നിനക്ക് സുദ് റഹ്മാനെ എന്ന് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞിട്ട് വേണം കാലത്ത് എണീക്കാൻ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് നന്ദി പറയണം. നമ്മളെ സംസാരിക്കുന്ന ശേഷി തന്നതിനും കാണാനുള്ള കാഴ്ച നൽകിയതിനും ഒക്കെ അള്ളാഹുവിനോട് നമുക്ക് നന്ദി പറയണം. അങ്ങനെയാണെങ്കിൽ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിശ്ചയമായും നിങ്ങൾ
നന്ദി കാണിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിന് നിങ്ങൾ നന്ദി കാണിക്കണം. എന്നാൽ എന്താണ്, ലസീദന്നക്കും, നിശ്ചയമായി നാം അവർക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് തൈക്കീദിൻ്റെ നൂനും കൊടുത്തിട്ടാണ് അവിടെ അള്ളാഹു പറയുന്നത്. നിശ്ചയമായ ഉറപ്പാണ്, ഞാൻ നമ്മൾക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്തിന്? ആ നിങ്ങൾക്ക് കിട്ടിയൊരു അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കുന്നതിന്. അപ്പോൾ ദിവസം നമ്മൾക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയതിന് കാലത്ത് എണീക്കുമ്പോൾ തന്നെ അള്ളാഹുവിന് നന്ദി കാണിച്ച് പറഞ്ഞു കൊണ്ടുവേണം ഉണരാനും എണീക്കാനും ഒക്കെ. അതുപോലെ തന്നെ രാത്രി കിടക്കയിലേക്ക് എത്തുന്നത് വരെ എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹം കിട്ടുമ്പോഴും നമ്മൾ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അതിന് നന്ദി കാണിച്ചുകൊണ്ട് നമ്മളെ ജീവിതം മുന്നോട്ട് പോകണം. അത്തരത്തിൽ വിജയിക്കുന്ന ആളുകളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ക്ലാസ്സിൽ ലാഹിൽ നഹിയയുടെ രൂപം ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് പഠിച്ചത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി ജീവിക്കാൻ സൗഭാഗ്യം നൽകട്ടെ. രോഗങ്ങളില്ലാതെ മരണം വരെയും ജീവിക്കാനുള്ള സൗഭാഗ്യം തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.